ഒരു പേര് ഉണ്ട്, മദ്രസ പൊട്ടെന്ന്. മദ്രസ പൊട്ടെന്നോ? അല്ലേ? അതെന്താ ശരിക്കും അങ്ങനെ വിളിക്കാൻ കാര്യം? മദ്രസ എന്ന് പറഞ്ഞാൽ മദ്രസയിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ മദ്രസയിൽ പഠിച്ചുകൊണ്ടാണ് എനിക്ക് ഇത്രയും മദ്രസ എന്നല്ല ദർസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് അതൊരു ജയില് പോലത്തെ ഒരു സംഭവമാണ്. ജയിലൊന്നും ജയില് തന്നെ. അതായത് നമുക്ക് പുറത്തൊന്നും പോകാനൊന്നും പറ്റൂല. അതായത് ഞാനിപ്പോ 6ാം ക്ലാസ്സാ. 6ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ ദർസിലേക്ക് പോകുന്നത്. അതായത് എൻ്റെ നാട്ടിൽ അടുത്ത് തന്നെ, അത് 3 കിലോമീറ്റർ. അപ്പോൾ എന്നെ 6ാം ക്ലാസ്സിൽ അവിടെ ചേർത്തി. അതിന് മുമ്പ് ഞാൻ യത്തീംഖാന പഠിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ യത്തീംഖാന പഠിച്ചിട്ടുണ്ട്. യത്തീംഖാന മനസ്സിലായി? എന്താ സംഭവം മനസ്സിലായി? എന്താണ്? പാവപ്പെട്ട കുട്ടികളെയൊക്കെ യത്തീം എന്നുള്ളത് മനസ്സിലായോ? ആരുമില്ലാത്ത. അപ്പൊ യത്തീം കുട്ടിയാണോ? യത്തീം ഉമ്മല്ലേ? അല്ല, ഉമ്മയുണ്ട്, പക്ഷെ ഉപ്പയില്ല. ഉപ്പ ഒഴിവാക്കിയതാണ്. അത് ചെറുപ്പത്തിലൊരു എനിക്ക് 5 വയസ്സുള്ളവരും ഒഴിവാക്കിയതാണ്. അപ്പൊ ശരിക്കും മമ്മൂന് ആരാ ഉള്ളേ? ഉമ്മയും അനിയനും.